ആൻഡ് ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് കുറേ ആൾ വന്നിട്ട് പറഞ്ഞു, നീ അവസരം മുതലാക്കിയിട്ട് ഇതാക്കുന്നതല്ലേ, നീ മുമ്പ് തുപ്പീനെ സപ്പോർട്ട് ചെയ്തോളല്ലേ, നീ ഇപ്പം ഇങ്ങനെ ആക്കുന്നു എന്നെല്ലാം പറയും. 2-3 കൊല്ലം മുന്നേ അത്രയും കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഭയങ്കര ധൈര്യത്തോടു കൂടി യൂട്യൂബിൽ ലോങ് വീഡിയോ എല്ലാം ഇട്ട് ഓനെ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ് ഞാൻ. നമുക്ക് അതിൽ ഒരു റിഗ്രറ്റും ഇല്ല. കാരണം അന്നേരം ഹി വാസ് ഡിഫറെൻറ്റ്. സിൻസ് ഓൻ്റെ മുടിയെല്ലാം വെട്ടി ഓനിങ്ങനെ നിയാദ് എന്ന് പറഞ്ഞാൽ ഓജി ഞാനാണ് നിയാദ്, ഞാനാണ് ശരിക്കില്ല ഞാൻ എന്നുള്ള രീതിയിൽ വന്ന ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ ഹി വാസ് ഗുഡ്, ഹി വാസ് റിയലി ഗുഡ് ഗായ്. എനിക്കറിയുന്ന ആ ടൈം ഓൺ സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഓൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ലൈവ് ചെയ്യുന്നത് കണ്ണൂർ ഓൻ്റെ വീട്ടിൽ നിന്നാണ്. ആൻഡ് ആ ലൈവും കാര്യങ്ങളും എല്ലാം സ്ക്രിപ്റ്റഡാണ്. നല്ല മൈൻഡ് ഉണ്ട്, ആ സാധനം അങ്ങനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എല്ലാം കൃത്യമായ പ്ലാൻ ഉണ്ട്. ആൻഡ് സ്ക്രിപ്റ്റഡ് ആയിട്ടൊരു സാധനം ചെയ്യുന്നതിന് തെറ്റുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പം ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പല സ്ട്രീമേഴ്സും ചെയ്യുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എനക്കോനോട് വലിയ റെസ്പെക്ട് ഉണ്ടായിന്. ബിക്കോസ് ഞാനൊരു ഗെയിമറാണ്, അവൻ വളരെ നല്ലൊരു ഗെയിമറാണ്. അതിലെനിക്ക് നല്ല റെസ്പെക്ട് ഉണ്ട് അവൻ്റെ അടുത്ത്. പബ്ജി ടൈം എന്നുവെച്ചാൽ നല്ല ബാക്ക് ഇൻ 2018 ആ ടൈമിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നേരത്തെല്ലാം വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഫാനായ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഓനോട് വലിയ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ അന്നേരം ആ ഒരു മൈൻഡിലാണ് ഞാൻ ഓനെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാനും ഓന് കൊണ്ട് വിളിച്ച് വീഡിയോ ചെയ്യാനൊക്കെ നിന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഈ രീതിയിലാണ് ഓൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഷെമീറിനെ ഓൺ ട്രീറ്റ് ചെയ്തതെന്ന് ഇന്നലെയാണ് അറിഞ്ഞത്. ഞാൻ ബാക്കിയെല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളാണ്.